ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഒരു പ്യൂർ പ്ലാന്റ് കഴിക്കാൻ പോകും. ഗൈസ്, പ്യൂർ പ്ലാന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ചെടി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഫ്രൂട്ട് വേണമെങ്കിൽ പറയാം. അത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവും ഗൈസ്. ഒരു അനിമലാവാം, ഒരു സൂപ്പർ ഹീറോ, അല്ലെങ്കിൽ നമ്മളെ സൈസ് മാറും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു പ്യൂർ പ്ലാന്റ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ എൻ്റെ യമഹ R15 എടുത്തിട്ടാണ് ഗൈസ് പോകുന്നത്. ആ പ്യൂർ പ്ലാന്റ് ഉള്ളത് നമ്മുടെ റെയിൽവേസിൻ്റെ അടുത്താണ് ഗൈസ്. നമ്മുടെ പഴയ വീട് ഗൈസ്, അതായത് എൻ്റെ പഴയ വീടിൻ്റെ അടുത്താണ് അതുള്ളത്. ഇപ്പോൾ ആ വീടിൻ്റെ ഓണർ സോമനാണ് ഗൈസ്. സോമനാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ഞാൻ ആ വീട് സോമന് വിറ്റു ഗൈസ്. സോമൻ ആരാണെന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. എൻ്റെ ഫ്രണ്ടാണ് ഗൈസ് അത്. ഞാനങ്ങനെ പോവുക ഗൈസ്. എൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്യൂർ പ്ലാന്റ് ഗൈസ് അതിൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ പറയാം ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടൊന്നും പോകണ്ട. ഓക്കെ, എൻ്റെ ഇവിടെ കുറച്ച് അടുത്താണ്. റോഡിൻ്റെ കൂടെയാണ് ഗൈസ് പോണത്. നമുക്ക് വേഗത്താണ് ഗൈസ്. എന്താ പറയുക, എന്ത് ഓടി കാറൊക്കെ എടുത്ത് പതുക്കെ പോണി. നമുക്കൊരു കാര്യം ചെയ്ത് കൂടെ ഒക്കെ കയറ്റി കൊണ്ടുപോവാം. ഓക്കെ, ഞാൻ ടിഫറ്റ് എടുത്ത വീഡിയോ ആയിട്ടാണ് ഗൈസ് ആ ഒരു പ്യൂർ പ്ലാന്റ് വരുന്നത് ഗൈസ്. നമുക്ക് ഇവിടെ എവിടെയാണ്, നമുക്ക് ഇങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെ എവിടെയാണെന്നാണ് ഈ സോമൻ പറഞ്ഞത്. അവൻ്റെ വീടിൻ്റെ അടുത്തുണ്ടെന്നും പറഞ്ഞിരുന്നു. ആ ഗൈസ്, ഈ ഒരു വീഡിയോ ആണ് ഗൈസ്. അതാ ഈ ഒരു പുല്ലുള്ള സ്ഥലം ഗൈസ്. ഇവിടെയാണ് ആ പ്യൂർ പ്ലാന്റ് വരുന്നത്. എൻ്റെ ഈ പ്യൂർ പ്ലാന്റ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അനിമലാവും. അപ്പോൾ നമുക്ക് ഈ പ്യൂർ പ്ലാന്റ് അങ്ങ് കഴിച്ച് നോക്കാം. ഇവിടെ ആയിട്ടാണ് ഗൈസ്. ഇങ്ങനത്തെ ഇവിടെ ആയിട്ടാണ് ആ പ്യൂർ പ്ലാന്റ് വരുന്നത്. നമുക്കിതൊന്ന് കഴിക്കാം ഗൈസ്. ഓക്കെ, ഞാൻ ഇത് കഴിക്കാൻ പോവാണ് ഗൈസ്. ഗൈസ്, ഞാനൊരു നായയായി ഗൈസ്. ഗൈസ്, നമ്മളൊരു ജർമ്മൻ ഷെപ്പേർഡ് പോലെ ഉണ്ട് ഗൈസ്. ഒരു നായയെ കണ്ട ഗൈസേ, കണ്ട ഒരു ജർമ്മൻ ഷെപ്പേർഡായി ഇപ്പോൾ. ഇതാണ് പ്യൂർ പ്ലാന്റിൻ്റെ പ്രത്യേകത ഗൈസ്. എൻ്റെ ബോയ്സ്, നമ്മളൊരു പ്യൂർ പ്ലാന്റ് കഴിച്ച് നമ്മളൊരു നായ ഇത്. എൻ്റെ പൊന്നു, നമുക്കിപ്പോൾ വണ്ടിയിലൊന്ന് കയറാൻ പറ്റുമോ? നമുക്ക് റോഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവുമായിരുന്നു കടിച്ചാലോ ഗൈസ്. ഇതേ അവിടെ ഒരു ചേച്ചിക്കുണ്ട്. ആ ചേച്ചിനോട് കടിക്കുക. ഇതെന്ത് ഓടിയിട്ട് എത്തണില്ലല്ലോ. ഇല്ല, നമുക്ക് കുറച്ച് സ്പീഡ് പോയിട്ടുണ്ടാവും എന്ന് തോന്നുക. ചേച്ചിനോട് കടിച്ചാലോ? അലമ്പൊക്കെ വേറെ ആൾക്കാരെ അങ്ങനെ കടിക്കുക. നമുക്ക് നാട്ടുകാരെ മുഴുവൻ കടിച്ചില്ല. പക്ഷെ ഒരു ഡേഞ്ചറസ് ഡോഗ്. ചേച്ചി എന്താ പറയുക, പൊസിഷനിൽ നിന്നാട്ട് ഞാൻ ഈ ചേച്ചിക്ക് ഇത് കടി. ആ ചേച്ചിമാരെന്നൊരു പൊസിഷനിൽ നിന്ന് നിൽക്ക് ചേച്ചി. കടിക്ക്. ചേച്ചീനെ കടിക്കാൻ പറ്റുമ്പോഴത്തേക്ക് ഈ ചേച്ചി എന്താണ് നല്ല പോലെ നിന്നേരത്. അല്ല പിന്നെ എന്നോടാ കളിക്കുന്നില്ല. ഈ ചേച്ചിനെ കാണിച്ചു തരാം. പോസ്റ്റ് മേടിച്ച് നിന്നില്ലേ, അങ്ങോട്ട് പോവല്ലേ. ഇതാണ് ഈ നാട്ടുകാരുടെ കുഴപ്പം. ഒരു സ്ഥലത്ത് നിൽക്കൂല. ഒന്ന് നിൽക്ക് ചേച്ചി. എനിക്ക് ഭ്രാന്തടീന് കടി. ഈ ഡെഡ് ബോഡി ഉണ്ടിട്ട് അവർക്ക് എന്താണെന്ന് തോന്നാത്ത. ഇയാൾ ചത്തിട്ടൊന്നുണ്ടാ? ഇയാൾ ചത്തിട്ടൊന്നുണ്ടാവില്ല. കടി. അല്ല പിന്നെ ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിട്ട് അലപ്പുണ്ടാകാം ഗൈസ്. അതാണിപ്പോൾ നല്ലത്. ഓക്കെ, എൻ്റെ ഇവിടെ നമുക്ക് ഒറ്റുണ്ട്. ഇവിടെ എന്താ പോലീസ്? നമ്മളെ നേരിടാ? ഗൈസ്, നമ്മളെ നേരെ. ഇവിടുത്തെ പോലീസുകാർ തന്നെ പൊട്ടന്മാരാണല്ലോ. തമ്മിലടിച്ചാണ് കയറ്റിയതിനെ. ഓക്കെ, നമ്മളെ പിടിക്കാൻ വന്നത് തോന്നുന്നു ഗൈസ്. നമ്മളാരെ കടിച്ചല്ലോ. ഓക്കെ, ഈ സാറങ്ങടി നടന്നു പോണ്. നീ നമ്മളെ പിടിക്കാനല്ല വന്നേ. ഈ സാറിനൊന്ന് കടിച്ചാലോ? സാറ് ചാവുമോ? സാറെ ഞാൻ പിടിച്ചോ കടി. ഗൈസ്, സാറിനത് കടി വാങ്ങിയില്ല ഗൈസ്. സാറിനെ കടിക്കാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. ഇയാളെ പോയിട്ടൊന്ന് കടിച്ചോക്കട്ടെ. എന്താ സാറേ കൊണ്ടേണ ഗൈസ്? ഇയാളെന്ത് പിന്നെ അവന്മാർ എന്ത് കാര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്? എന്നെ പിടിക്കുന്നില്ല അവരൊന്ന് കടിക്കട്ടെ. കടി ഗൈസ്. എനിക്ക് അയാളെ കടിക്കാൻ പറ്റുന്നില്ല, എന്താ അറിയില്ല ഗൈസ്. എൻ്റെ പോലീസ് സ്റ്റേഷനിൽ പോയി അലമ്പുണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ പോലീസ് ഇങ്ങോട്ട് വന്നിരിക്കണേ. എൻ്റെ കുമാരനെ വെടി. ഈ സാറ് തങ്ങണ്ടാ പോണ്. സാറ് ചത്തിട്ടാ. അപ്പം നമ്മളെ കടിച്ച ചാവുന്നില്ലേ? സാറേ എന്താ മൊട്ടയാണ് സാറേ? എൻ്റെ സാറേ മൊട്ടയാണോ? എന്താ ഈ സാറിന് ഇറിറ്റേറ്റ് ആയിട്ടൊന്നും ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം.
ആ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനല്ല നമ്മൾ നിന്നത്. നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം ഗൈസ്. ആൻഡ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ പല പല പ്യുവർ പ്ലാൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ കഴിച്ചു നോക്കുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഗൈസ് എന്താ ഇത്രയും പോലീസ് ഇവിടെ എന്നെ പിടിക്കാനാണോ? ഇപ്പം ഇടിച്ച് പറപ്പിച്ചിരുന്ന്. നമുക്കേറെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി നോക്കാം. ഗൈസ് എന്നിട്ട് അവന്മാരൊക്കെ അങ്ങ് കടിച്ച് അങ്ങനെ കയറാം ഗൈസ്. എനിക്ക് തോന്നുന്നു എടാ ഇന്നെ അടിക്കാൻ വരുന്നേ. ഓ ഗൈസ് ഞാൻ അവന്മാരെ കൊന്നു. അതായത് ഒരു പോലീസുകാരനെ ഞാൻ കൊന്നു ഗൈസ്. അതുകൊണ്ടാവും ഓക്കെ നമുക്ക് ഈ ആളെയും കൊല്ല അല്ലനെ. ഒറ്റ മാത്രമേ രണ്ടുപേരും ചത്ത്. ഓക്കെ ഗൈസ് അതിലൂടെ ഒരാൾ ഇയാൾ ഞാൻ അങ്ങ് തട്ടും ഗൈസ്. ഇയാളങ്ങ് തട്ടിയാലോ? ഇയാളൊന്നും ചെയ്യണില്ല. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം ഗൈസ്. അകത്ത് റിസപ്ഷനിലുള്ള പോലീസുകാരൊക്കെ നമ്മളിപ്പോൾ തട്ടി. എൻ്റെ അകത്ത് വേറൊരു പോലീസുകാരെ കണ്ട് കറങ്ങുന്നുണ്ട്. ഇയാൾക്ക് എന്താ പണിയൊക്കെ? ഇയാളെ അങ്ങ് തീർത്തിട്ടുണ്ട്. എനിക്ക് പോലീസ് സ്റ്റേഷനിലൊന്ന് കേസ് എടുക്കണം. എന്തിനാടാ കാര്യം? ഒന്ന് പാടാ മുന്നേ ഒന്ന് കടിക്കും. അല്ല പിന്നെ മിസ് ഇവിടെ ഒരാളും കൂടി ഉണ്ട്. ഇയാളുടെ മുമ്പിൽ അല്ല, ഇയാളെ ഞാൻ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് കടിക്കും. നമുക്ക് ജയിലിനുള്ളിലോട്ട് പോകാൻ പറ്റുമോ? ജയിലിനുള്ളിലോട്ട് പോകാൻ പറ്റില്ല. അതായത് ഇയാൾ നമ്മളെ പിടിച്ച് ജയിലിൽ ഇട്ടുമോ? ആവുന്നുണ്ടവരായിരുന്നു. നമ്മളിപ്പോൾ എല്ലാവരും കടിച്ചിട്ടുണ്ട്. കുറച്ച് പോലീസുകാരും ബാക്കിയുണ്ട്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ആൻഡ് മറ്റ് പ്യുവർ പ്ലാൻസ് കഴിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാം അച്ഛന്മാർക്കും ബൈ.